ജീവിതത്തിൽ എല്ലാം തകർന്നുവെന്ന് തോന്നി ഒരു നിമിഷം എല്ലാവർക്കും വരാറുണ്ട്. രോഗം, ഒറ്റപ്പെടൽ, മനസ്സിന്റെ ഭാരം, ഇതൊക്കെ നമ്മെ തളർത്താറുണ്ട്. സങ്കീർത്തനം 32 ദാവീദ് രാജാവിന്റെ ഏറ്റവും കഠിനമായ അവസ്ഥയിലെ നിലവിളിയാണ്. അദ്ദേഹം പറയുന്നത്, യഹോവേ, എൻ്റെ സകല ആഗ്രഹവും നിനക്ക് ബോധ്യമാകുന്നു, എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നില്ല. വാക്യം 9. ഒരു ശില്പി ഒരു വലിയ കല്ലിൽ നിന്ന് മനോഹരമായ ഒരു വിഗ്രഹം ഉണ്ടാക്കുമായിരുന്നു. അവൻ ചുറ്റുക മുളി ഉപയോഗിച്ച് ആ കല്ലിൽ പലതവണ ആഞ്ഞടിച്ചു. കല്ല് വേദന കൊണ്ട് വിറച്ചു. എന്നെ ഇത്രയധികം വേദനപ്പെടുത്തുന്ന എന്തിന് എന്ന് ആ ശില്പിയോട് കല്ല് ചോദിച്ചു. ശില്പി മറുപടി ഒന്നും പറഞ്ഞില്ല. അവൻ ജോലി തുടർന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ കല്ല് മനോഹരമായ ഒരു ശില്പമായി മാറി. അപ്പോൾ ശില്പി പറഞ്ഞു, നിന്നെ വേദനിപ്പിച്ചത് നിന്നെ നശിപ്പിക്കാനല്ല, നിന്റെ ഉള്ളിലെ സൗന്ദര്യം പുറത്തു കൊണ്ടുവരാനാണ്. നമ്മുടെ കഷ്ടതകളും വേദനകളും നമ്മെ തകർക്കാനല്ല, മറിച്ച് ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയുള്ളതാക്കുകയാണ്. ദാവീദ് തന്റെ വേദനയിൽ ദൈവത്തെ പഴിക്കുകയല്ല ചെയ്തത്, മറിച്ച് ആ വേദനയുമായി ദൈവത്തിന്റെ അടുത്ത് ചെല്ലുകയായിരുന്നു ചെയ്തത്. സങ്കീർത്തനം 38 നിന്ന് നമുക്ക് പഠിക്കാനുള്ള 3 പ്രധാന കാര്യങ്ങൾ. എല്ലാം ദൈവത്തിനറിയാം. നമ്മുടെ എല്ലാ സങ്കടവും പറയാൻ കഴിയാതെ നെടുവീർപ്പിട്ടുള്ള എന്തുവായാലും അത് ദൈവത്തിനറിയാം. നാം ആരെയും അറിയിക്കാതെ അനുഭവിക്കുന്ന വേദന പോലും ദൈവത്തിന്റെ ശ്രദ്ധയിലുണ്ട്. ദൈവമേ, എന്നെ കൈവിടരുതേ. യഹോവേ, എന്നെ കൈവിടരുതേ. എൻ്റെ ദൈവമേ, എന്നോട് ദൂരത്ത് നിൽക്കാതെ. വാക്യം 21. പ്രതിസന്ധിയിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ കൂടുതൽ അടുത്ത് ചെല്ലുകയാണ് നാം ചെയ്യേണ്ടത്. രക്ഷയ്ക്കായി കാത്തിരിക്കുക. ദാവീദ് അവസാനം പറയുന്ന ഇതാണ്, എൻ്റെ രക്ഷയുള്ള കർത്താവേ, എൻ്റെ സഹായത്തിനായി വേഗം വരേണമേ. വാക്യം 22. നമ്മുടെ രക്ഷയ്ക്ക് ദൈവം മാത്രമേ ഉള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു ഭാരമുണ്ടോ? ആരും കാണാതെ കണ്ണുനീർ നിങ്ങൾക്കുണ്ടോ? സങ്കടങ്ങൾ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകരരുത്, മറിച്ച് കൂടുതൽ അടുപ്പിക്കട്ടെ. ദൈവം നിങ്ങളുടെ നെടുവീർപ്പ് കേൾക്കുന്നുണ്ട്. അവിടുന്ന് നിങ്ങളുടെ വേദനകൾ കൂടെയുണ്ട്. അവിടുത്തെ രക്ഷയ്ക്കായി നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. കർത്താവേ, ഞങ്ങളുടെ വേദനകൾ നീ കാണുന്നുണ്ടല്ലോ. ഞങ്ങളെ കൈവിടാതെ ഞങ്ങളുടെ സഹായത്തിനായി വേഗം വരണമേ. നിന്റെ രക്ഷയും സ്വാതന്ത്ര്യവും ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.